സുബിൻ, ഈ മണ്ണ് ഇടിഞ്ഞത് വൈദ്യുതി ലൈനിലേക്കാണോ? വൈദ്യുതി ഇല്ലാത്തത് കൊണ്ട് വലിയ പ്രശ്നങ്ങൾ ഉണ്ടായില്ല എന്ന് വേണ്ടേ കരുതാൻ? തീർച്ചയായും അങ്ങനെയാണ്. ഈ മണ്ണിടിച്ചിൽ, അതായത് ദേശീയപാതയുടെ വശത്തു നിന്നാണ് ഈ മണ്ണാകെ താഴേക്ക് പോകുന്നത്. ഈ സമയത്ത് ഈ വൈദ്യുതി പോസ്റ്റ് ഉൾപ്പെടെയുള്ള വസ്തുക്കൾ ഈ താഴേക്ക് വരികയും ഈ വീടുകൾക്ക് മുകളിലേക്ക്, അതായത് കോൺക്രീറ്റ് ഉൾപ്പെടെ ഇട്ട് നിർമ്മിച്ച വീടുകൾ, അതായത് കോൺക്രീറ്റ് ചെയ്ത വീടുകൾ ഉൾപ്പെടെയുണ്ട്, ഈ വീടുകൾക്ക് മുകളിലേക്ക് വീഴുകയുമായിരുന്നു. ഇതിൽ ഈ കോൺക്രീറ്റ് ഉൾപ്പെടെ നിലവിൽ ഇപ്പോൾ തകർന്നിരിക്കുന്ന അവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ ഈ കോൺക്രീറ്റ് നിലവിൽ ജാക്കി വെച്ച് കോൺക്രീറ്റ് സ്ലാബുകൾ ഉയർത്താനുള്ള ഒരു ശ്രമമാണ് നിലവിൽ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം. അതാണ് ഈ മണ്ണിടിഞ്ഞ സമയത്ത് വൈദ്യുതി ഇല്ലായിരുന്നു. ഈ വൈദ്യുതി ലൈൻ ഉൾപ്പെടെ ഇതിലേക്ക് വീഴുന്ന ഒരു സാഹചര്യമായിരുന്നെങ്കിൽ അത് കൂടുതൽ പ്രശ്നങ്ങൾ ഉയർത്തിയായിരുന്നു. നിലവിൽ ഈ വൈദ്യുതി ഇല്ലാത്ത ഒരു സാഹചര്യത്തിൽ ഈ രക്ഷാപ്രവർത്തനവും കൂടുതൽ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്ന തലത്തിലേക്ക്, അല്ലെങ്കിൽ ഈ വെളിച്ചത്തിന്റെ അഭാവമാണ് ഏറ്റവും കൂടുതൽ ഈ പ്രശ്നം ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ വെളിച്ചമില്ലാത്തത് ഒരു വലിയ ബുദ്ധിമുട്ട് അവിടെ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോഴും ആ ഒരു രക്ഷാപ്രവർത്തനം, അതായത് വീടിനുള്ളിൽ കുടുങ്ങിക്കിടക്കുന്ന ആളുകളെ ഇതുവരെ പുറത്തെത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ അതിനുള്ള ശ്രമം ആദ്യഘട്ടത്തിൽ തന്നെ ഈ വീടിനുള്ളിൽ കിടക്കുന്ന ആളുകളെ എത്രയും വേഗം പുറത്തെത്തിക്കാനുള്ള ഒരു ശ്രമമാണ് നിലവിൽ അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രധാനമായും ഈ പ്രദേശവാസികളായിട്ടുള്ള ആളുകൾ, അതായത് പ്രദേശവാസികളും ഈ അടിമാലി മേഖലയിലുള്ള സന്നദ്ധ സംഘടനകളും ഉൾപ്പെടെ നിലവിൽ ഇപ്പോൾ ആ മേഖലയിലേക്ക് എത്തുന്നുണ്ട്. കൂടുതൽ ആളുകൾ രക്ഷാപ്രവർത്തനത്തിനായി ആ മേഖലയിലേക്ക് എത്തുന്നുണ്ട്. ആ ആളുകളുടെ എല്ലാം തന്നെ ഒരു വലിയ ഒരു അകമഴിഞ്ഞ സഹായം, അല്ലെങ്കിൽ ഒരു അവർ അത് മണ്ണ് മാറ്റാനും അതുപോലെ തന്നെ ഈ കോൺക്രീറ്റ് സ്ലാബുകൾ ഉയർത്താനുമുള്ള എല്ലാ ശ്രമങ്ങളും അവരുടെ ഭാഗത്ത് നിന്നെത്തുന്നു. കൂടുതൽ ആളുകളും ആ ഭാഗത്തേക്ക് എത്തി രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമാകുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ കോൺക്രീറ്റ് ഒന്നാകെ ഈ താഴ്ന്ന ഈ വീടിന് മുകളിലേക്ക് ഇരിക്കുന്നത് കൊണ്ടാണ് നിലവിൽ ഈ മണ്ണ് മാറ്റുന്നതിനോടൊപ്പം തന്നെ ഈ കോൺക്രീറ്റ് സ്ലാബ് മാറ്റേണ്ടതായുണ്ട്. അതുകൊണ്ടാണ് ഇവർ ഈ വീടിനുള്ളിൽ കുടുങ്ങിയവരെ പുറത്തിറക്കുന്നതിനൊരു താമസം ഉണ്ടാകുന്നത്. ഈ സ്ലാബ് ഉയർത്തി കഴിഞ്ഞാൽ ഇവർ പുറത്തേക്ക് എടുക്കാൻ കഴിയുമെന്നുള്ളത്, അല്ലെങ്കിൽ പുറത്തേക്ക് കൊണ്ടുവരാൻ കഴിയുമെന്നുള്ളതാണ് അവിടെ നിന്നുള്ള ആളുകൾ നമ്മളുമായി പങ്കുവയ്ക്കുന്നത്. അതിനുവേണ്ടിയുള്ള ഒരു ശ്രമമാണ് നിലവിലിപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. സുബിൻ, ഈ പ്രധാനപ്പെട്ട ജനപ്രതിനിധികളൊക്കെ സ്ഥലത്ത് എത്തിയിട്ടുണ്ടോ? ഞങ്ങൾ ഈ സ്റ്റുഡിയോയിൽ നിന്ന് MP യെയും അതുപോലെ മന്ത്രിയെയും ഒക്കെ ബന്ധപ്പെടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്, പക്ഷേ ലഭ്യമല്ല ലൈനിൽ. കൃത്യമായും പ്രാദേശിക തലത്തിലുള്ള നേതാക്കളെല്ലാം തന്നെ അവിടേക്ക് എത്തുന്നുണ്ട്. അവർ അതിനുവേണ്ട ക്രമീകരണങ്ങൾ, അതായത് ഈ രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കുന്നതിനുള്ള ക്രമീകരണങ്ങൾ അവർ നടത്തുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ രാജ ഉൾപ്പെടെയുള്ള MLA ആണ്, ഈ ദേവികുളം MLA ആയിട്ടുള്ള രാജ ഉൾപ്പെടെ അവിടെയുണ്ട്. അവർ അതിനുവേണ്ട ക്രമീകരണങ്ങൾ നടത്തുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ പോലീസും ഫയർഫോഴ്സും നാട്ടുകാരും ഉൾപ്പെടെ നിലവിൽ ഇപ്പോൾ ഈ ഒരു രക്ഷാപ്രവർത്തനത്തിന് മേൽനോട്ടം നൽകുന്നുണ്ട്. JCB ഉപയോഗിച്ചുകൊണ്ട് നിലവിൽ ഇപ്പോൾ ഈ ഭാഗത്തെ മണ്ണുകളെല്ലാം തന്നെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഈ വീടിന് ചുറ്റും, അതായത് ഈ ആളുകൾ കുടുങ്ങിക്കിടക്കുന്ന വീടിന് ചുറ്റുമുള്ള മണ്ണ് നിലവിൽ ഇപ്പോൾ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ആ മണ്ണ് മാറ്റിയതിനു ശേഷം മാത്രമാവും ചിലപ്പോൾ ഈ സ്ലാബ് പൊട്ടിച്ച് മാറ്റുക, അല്ലെങ്കിൽ സ്ലാബ് ഉയർത്തി മാറ്റാൻ സാധിക്കുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ വീടിനുള്ളിൽ കുടുങ്ങിക്കിടക്കുന്നത്, അതായത് ബിജു അതുപോലെ തന്നെ ഭാര്യ സന്ധ്യ എന്നിവർ, അതായത് ബിജു, ഭാര്യ സന്ധ്യ എന്നിവരാണ് ഈ ഒരു വീടിനുള്ളിൽ കുടുങ്ങി കിടക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് നിലവിൽ ഇപ്പോൾ ലഭിക്കുന്ന വിവരം. അവർ ഈ ഒരു ക്യാമ്പിലേക്ക് പോയ ആളുകളായിരുന്നു. ക്യാമ്പിലേക്ക് പോയ സുബിൻ, ഒരു നിമിഷം ഞാൻ ഇടുക്കി MP ഡീൻ കുര്യാക്കോസിലേക്ക് പോയാൽ. ഡീൻ, അടിമാലിക്ക് സമീപം ദേശീയപാതയിലാണ് മണ്ണിടിച്ചിലുണ്ടായത്. ഒരു കുടുംബം ഇപ്പോഴും മണ്ണിനടിയിൽ എന്നാണ് സൂചനകൾ ലഭിക്കുന്നത്. രക്ഷാപ്രവർത്തനം എങ്ങനെ പുരോഗമിക്കുന്നു ഡീൻ? തുടർന്ന് വരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഞാൻ ഫയർഫോഴ്സിന്റെ ഉദ്യോഗസ്ഥരൊക്കെ ആയിട്ട് സംസാരിച്ചു, SP ആയിട്ട് സംസാരിച്ചു. അപ്പോൾ ഈ ഘട്ടത്തിൽ അത് അവരെ റിക്കവർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ദ്രുതഗതിയിലുള്ള ഇടപെടലുകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ ടോപ്പ് ഒരുപക്ഷെ മുറിച്ച് വേണം എടുക്കാൻ എന്നുള്ളതാണ് അവർ പറഞ്ഞിട്ടുള്ളത് പ്രാഥമികമായി. ഏതായാലും ആളുകൾ സേഫ് ആണ് എന്നുള്ളത് ആശ്വാസകരമായ ഒരു വാർത്തയാണ്. ഈ പറഞ്ഞതുപോലെ എല്ലാ കുടുംബങ്ങളെയും മാറ്റിപ്പാർപ്പിച്ചു എന്നാണ് ബോധ്യപ്പെട്ടത്. പക്ഷെ എങ്ങനെ ഇവർ മാത്രം അവിടെ ഒറ്റപ്പെട്ടു എന്നുള്ളത് അന്വേഷിച്ചറിയേണ്ട കാര്യമാണ്. ഞാൻ ഏതായാലും ഒരു 10-35 മിനിറ്റ് സമയത്തിനുള്ളിൽ അവിടെ എത്തിച്ചേരും. ഈ ഇടിഞ്ഞ സ്ഥലത്ത് തന്നെയാണ് വീണ്ടും മണ്ണ് ഇടിയുന്നത്. ഇങ്ങനെ ഒരു ദുരന്തം അത് നേരത്തെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നില്ലേ? അതായത് അവിടെ ദേശീയപാത നിർമ്മാണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഇന്നലെ മണ്ണിടിഞ്ഞത് സംബന്ധിച്ച് കൂടുതൽ പരിശോധന നടത്തിയപ്പോഴാണ് അതിന്റെ ടോപ്പ് ഭാഗം, ഈ മലയുടെ ടോപ്പ് ഭാഗം വിണ്ട് കീറി
ഇരുന്നിരിക്കുന്നു എന്നുള്ള ഒരു കണ്ടെത്തലുണ്ടായത്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ അതിന്റെ അപകടം മനസ്സിലാക്കിയിട്ടാണ് ആളുകളെ മാറ്റി പാർപ്പിച്ചിട്ടുള്ളത്. ഇന്ന് മഴയില്ലാത്ത ദിവസമായിരുന്നിട്ട് കൂടി ഭൂമി വിണ്ടു കീറിയ ഭാഗത്ത് ആ മണ്ണ് മുഴുവൻ താഴേക്ക് ഇരുന്ന് പോകുന്നു എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. ഏതായാലും ഇതിനെക്കുറിച്ച് ഒരു കൃത്യസമയത്ത് മനസ്സിലാക്കാൻ കഴിയും എന്നുള്ളതുകൊണ്ടാണ് വലിയൊരു അത്യാഹിതം ഒഴിവായത് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ബാക്കി ഭാഗം എന്താണെന്നുള്ളത് ശാസ്ത്രീയമായ പരിശോധനകളും മറ്റന്വേഷണങ്ങളും ഒക്കെ ആവശ്യമായിട്ടുണ്ട്. ദമ്പതികൾ കുടുങ്ങിക്കിടക്കുന്നു മണ്ണിനടിയിൽ. അവരെ രക്ഷിച്ചെടുക്കാൻ സാധിക്കുമെന്ന പ്രത്യാശയുണ്ടല്ലോ അല്ലേ? യെസ്, ഡീൻ കുര്യാക്കോസ്, വളരെയധികം നന്ദി പ്രതികരിച്ചതിന്. ഇടുക്കി അടിമാലിക്ക് സമീപം ദേശീയപാതയിൽ മണ്ണിടിച്ചിൽ, ഒരു കുടുംബം മണ്ണിനടിയിൽ പെട്ടു എന്നാണ് സൂചന. അടിമാലി ലക്ഷം വീട് ഉന്നതിയിലെ 22 കുടുംബങ്ങളെ ക്യാമ്പിലേക്ക് മാറ്റി സുബിൻ തോമസിലേക്ക് പോകുന്നു. സുബിൻ, ഡീൻ ഒരു അരമണിക്കൂറിനുള്ളിൽ സ്ഥലത്ത് എത്തും എന്ന് പറയുന്നു. ദേശീയപാത നിർമ്മാണം നടക്കുന്ന സ്ഥലത്താണ് ഈ ദുരന്തം സംഭവിച്ചിരിക്കുന്നത്. എന്തായാലും ആളപായമൊന്നും ഉണ്ടായിട്ടില്ല. 2 പേർ, ഒരു കുടുംബത്തിലെ 2 പേർ ദമ്പതികൾ മണ്ണിനടിയിൽ പെട്ടിട്ടുണ്ട്. അവരെ രക്ഷിച്ചെടുക്കാനാവും എന്ന പ്രത്യാശയിൽ തന്നെയാണ് രക്ഷാപ്രവർത്തകർ ഉള്ളത്. അവരുടെ ശബ്ദം പുറത്ത് കേൾക്കുന്നു, അവരെ കാണാൻ സാധിച്ചു എന്നൊക്കെ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. ഇപ്പോൾ നിലവിൽ എങ്ങനെയുണ്ട് സ്ഥിതിഗതികൾ? നിലവിൽ ഇപ്പോഴും രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. ഉള്ളിൽ കുടുങ്ങിയിട്ടുള്ള ആളുകളുമായി, അതായത് ഉള്ളിൽ കുടുങ്ങിയിട്ടുള്ളത് ഈ ലക്ഷം വീട് കോളനിയിലെ താമസക്കാരായ ബിജു അതുപോലെ തന്നെ സന്ധ്യ എന്നിവരാണ് കുടുങ്ങിയിട്ടുള്ളത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിൽ ഇപ്പോൾ ഈ സന്ധ്യയുമായി സംസാരിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിൽ ഈ പ്രദേശവാസികൾ ഈ വിളിക്കുമ്പോഴും അവർ തിരിച്ച് വീടിനുള്ളിൽ നിന്ന് തിരിച്ച് പ്രതികരിക്കുന്നുണ്ട്. അവരുമായി സംസാരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് അവിടെ നിന്ന് ലഭിക്കുന്ന വിവരം. നിലവിൽ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം ഇല്ല. നിലവിൽ ഈ വീടിന് ചുറ്റുമുള്ള മണ്ണ് പൂർണ്ണമായും നീക്കം ചെയ്ത ശേഷം ഈ തകർന്ന കോൺക്രീറ്റ് സ്ലാബ് ഉയർത്തിയാൽ ഇവരെ പുറത്തെടുക്കാനാകുമെന്നുള്ളൊരു വിശ്വാസത്തിൽ നിലവിൽ ഈ മണ്ണ് നീക്കം ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ് നിലവിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം ഈ കോൺക്രീറ്റ് സ്ലാബ് ജാക്കി വെച്ച് ഉയർത്തും. അതിനുള്ള ശ്രമങ്ങളും മറ്റൊരു സൈഡിൽ നിന്ന് നടക്കുന്നുണ്ട്. നിലവിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് നമ്മൾ മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഈ വെളിച്ചം ഇല്ലാത്ത ഒരു സാഹചര്യമാണ്. വെട്ടക്കുറവ് വലിയ ബുദ്ധിമുട്ട് അവിടെ ഉണ്ടാക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ മലമുകളിൽ നിന്ന് ഇനിയും മണ്ണിടിഞ്ഞ് താഴേക്ക് വരാനുള്ള ഒരു സാധ്യത ഉണ്ട്. അത് അങ്ങനെ മണ്ണിടിഞ്ഞ് വീണാൽ അത് കൂടുതൽ അപകടമുണ്ടാക്കിയേക്കും. അതുകൊണ്ട് തന്നെ അതിനു വേണ്ട സുരക്ഷാ സംവിധാനങ്ങളും അല്ലെങ്കിൽ സുരക്ഷിതമായ സ്ഥലങ്ങൾ നോക്കിയാണ് ഇപ്പോൾ ഈ ഒരു രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നത് എന്നുള്ളതാണ്. ഏകദേശം 4 വീടുകളിലോളം മണ്ണ് ഇടിഞ്ഞ് വീണിട്ടുണ്ട്. അതിൽ ഒരു വീട്ടിൽ മാത്രമേ ആളുകൾ ഉണ്ടായിരുന്നുള്ളൂ. മറ്റ് ആളുകളെല്ലാം തന്നെ ക്യാമ്പിലേക്ക് മാറ്റി പാർപ്പിക്കുകയും ചെയ്തിരുന്നു. ഇന്ന് 3 മണി മുതൽ തന്നെ ഈ ഒരു മണ്ണിടിച്ചിൽ ഭീഷണി ആ മേഖലയിൽ നിലനിന്നിരുന്നു എന്നുള്ളതാണ് നമുക്ക് അവിടെ നിന്നുള്ള ആളുകൾ നൽകുന്ന വിവരത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരു മൺതിട്ട ഒന്നാകെ വിണ്ടിരിക്കുന്ന ഒരു സാഹചര്യം. അതിനുശേഷമാണ് ഇന്ന് രാത്രിയോടുകൂടി ഈ മണ്ണ് പൂർണ്ണമായും ഇടിഞ്ഞ് താഴേക്ക് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇത്തരത്തിൽ കൂടുതൽ ആളുകൾ കുടുങ്ങിയിട്ടില്ല എന്നുള്ളൊരു കാര്യം തന്നെയാണ്, അല്ലെങ്കിൽ ഒരു വിശ്വാസത്തിൽ തന്നെയാണ് ഇപ്പോൾ ആളുകൾ ആ ഒരു രക്ഷാപ്രവർത്തനം അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നതും. പ്രാദേശിക നേതാക്കൾ അവിടെ നിലവിൽ ഈ രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കുന്നുണ്ട്. കൂടാതെ ഫയർഫോഴ്സും പോലീസ് ഉദ്യോഗസ്ഥരും സന്നദ്ധ സംഘടനകളും എല്ലാം തന്നെ. സുബിൻ, ഒരു നിമിഷം ഞാൻ ഇടപെടുകയാണ്.